മഹീന്ദ്ര ബൊലേറോ ഇന്ത്യയിൽ വളരെ സക്സസ്ഫുൾ ആയ ഒരു SUV ആണ്. ഈ ഒരു സക്സസിൻ്റെ ചുവട് പിടിച്ച് മഹീന്ദ്ര പുതിയൊരു ബൊലേറോട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മഹീന്ദ്ര ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ചായ മഹീന്ദ്ര ബൊലേറോ നിയോ ആണ്. വീഡിയോയിലേക്ക് സ്വാഗതം. ബൊലേറോ നിയോ TU300 ബേസ് ചെയ്തിട്ടാണെങ്കിലും കുറച്ച് മാറ്റങ്ങൾ മഹീന്ദ്ര കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മഹീന്ദ്രയുടെ വെർട്ടിക്കൽ ഫാമിലി ഗ്രില്ലിന് 6 ക്രോം സ്ലാറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ക്രോം ബാർ കൊടുത്തിരിക്കുന്നത് DRSനെ കണക്ട് ചെയ്യുന്നുണ്ട്. ഹെഡ്ലാമ്പ് യൂണിറ്റ് ഹാലജനാണ് വരുന്നത്. പുതിയ ബമ്പർ ഡിസൈനാണ് വരുന്നത്. ഹാലജൻ ഫോഗ് ലാമ്പിൻ്റെ പുതിയ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഡാർക്ക് ഗ്രേ കളർ സ്കിറ്റ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെയാണ് നമ്പർ പ്ലേറ്റും വരുന്നത്. ബോണറ്റിൻ്റെ 2 സൈഡിലും 2 ലൈൻസ് വരുന്നുണ്ട്. സൈഡ് പ്രൊഫൈലിൽ വന്ന പ്രധാനമായ മാറ്റം ഓവറോൾ ബോഡി ഷെല്ല് കുറച്ച് ലോവർ ചെയ്യുന്നതാണ്. അതുപോലെ ബോണറ്റും ചെറുതായിട്ട് ലോവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് ഗ്രൗണ്ട് ക്ലിയറൻസിനെ ബാധിച്ചിട്ടില്ല എന്നാണ് മഹീന്ദ്ര പറയുന്നത്. 15 ഇഞ്ച് അലോയ് വീൽസിന് പുതിയ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ബ്രേക്കിംഗ് സെറ്റപ്പ് ഫ്രണ്ടിൽ വരുന്ന ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ്. സ്ക്വയർഡ് വീലാർച്ചിന് ബ്ലാക്ക് ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്ലാഡിങ് വണ്ടിക്ക് ചുറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല വലുപ്പമുള്ള റിയർ വ്യൂ മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്ന ഫെൻഡറിലാണ്. ഡോറിൻ്റെ മിഡിൽ പോർഷനിൽ കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് ക്ലാഡിങ് ബൊലേറോ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇത് ഫെൻഡറിൽ നിന്ന് തുടങ്ങി ഹാൻഡിൽ ബാറിനെ കണക്ട് ചെയ്ത് ബാക്കിൽ ടെയിൽ ലാമ്പ് വരെ പോകുന്നുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 3rd ജെൻ സ്കോർപിയോ ബോഡി ഓൺ ഫ്രെയിം ഷാസിയാണ്. ഇതൊരു SUV നേച്ചർ കൊടുക്കാൻ സഹായിക്കുന്നുണ്ട്. ഈസി ആയിട്ട് അകത്തേക്ക് കയറാനായിട്ട് സൈഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. B പില്ലറും C പില്ലറും ബ്ലാക്കൻ ചെയ്തിട്ടുണ്ട്. വളരെ വലുപ്പമേറിയ ഗ്ലാസ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. സ്പെയർ വീല് ബൂട്ട് ഡോറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനൊരു X ഷേപ്പ് കവറിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ മഹീന്ദ്രയുടെ ലോഗോയും ബൊലേറോ എന്നുള്ള ബാഡ്ജിയും കാണാം. മുകളിലായിട്ടൊരു സ്പോയിലറും അതിന് താഴെയായിട്ട് ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പും കാണാം. റിയർ വൈപ്പറും വാഷറും ഡിഫോഗറും കൊടുത്തിട്ടുണ്ട്. ഹാലജൻ യൂണിറ്റായ വെർട്ടിക്കൽ ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ബമ്പറിലായിട്ട് 4 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 7 സീറ്റർ വെഹിക്കിളാണ്. ഇത് ലാസ്റ്റ് റോയിൽ കയറുന്ന ബാക്കിലൂടെയാണ്. അതിനായിട്ടൊരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ M10 എന്നുള്ളത് വേരിയൻ്റ് ബാഡ്ജിങ് ആണ്. ഇത് ടോപ്പ് മോഡലിന് തൊട്ട് താഴെയുള്ള മോഡലാണ്. ബൂട്ട് ഡോറിൻ്റെ ഹാൻഡിലിന് മുകളിലായിട്ട് ബൊലേറോ നിയോ എന്നുള്ള ബാഡ്ജിങ് ആണ്. ഞാനിപ്പോൾ ഇരിക്കുന്ന ബൊലേറോ നിയോയുടെ 3rd റോ സീറ്റിലാണ്. ഇത് 2 സൈഡ് ഫേസിംഗ് സീറ്റാണ്. കൂടാതെ ഇവിടെയായിട്ടൊരു പൗച്ച് കൊടുത്തിട്ടുണ്ട് മൊബൈലൊക്കെ സൂക്ഷിക്കാനായിട്ട്. ഇവിടെ ഒരു ഹാൻഡിലും ഉണ്ട് നമുക്ക് പിടിച്ചിരിക്കാനായിട്ട്. ഇതോടൊപ്പം തന്നെ ഒരു ലൈറ്റും നമുക്ക് കാണാം. ഈ ലാസ്റ്റ് റോയിലെ ഗ്ലാസ് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ 3rd റോ സീറ്റ് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 384 ലിറ്റർ ബൂട്ട് സ്പേസ് ലഭിക്കുന്നുണ്ട്. 2nd റോയുടെ ഡോർ ഹാൻഡിലിന് ഗ്രേ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ടൊരു ബോട്ടിൽ ഹോൾഡറും കാണാം. ഇത് ഹൈറ്റ് കൂടിയ വണ്ടി ആയതുകൊണ്ട് തന്നെ 2nd റോയിലേക്ക് കയറാനായിട്ട് ഫുഡ് സ്റ്റെപ്പ് വളരെ യൂസ്ഫുൾ ആണ്. 2nd റോയിൽ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ആംറസ്റ്റും വരുന്നുണ്ട്. സീറ്റ് വളരെ ഫ്ലാറ്റാണ്. അതുകൊണ്ട് തന്നെ 3 പേർക്ക് സുഖമായിട്ടിരിക്കാവുന്നതാണ്. ഡീസൻറ്റ് ലെഗ് റൂമും ഡീസൻറ്റ് ഹെഡ് റൂമും തരുന്നുണ്ട്. കൂടാതെ സീറ്റിനടിയിലേക്ക് കാല് കയറ്റി വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. ഫ്രണ്ട് ഡോറിലും ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇലക്ട്രിക് സ്റ്റോപ്പ് സിസ്റ്റം വരുന്നുണ്ട്. അതിൻ്റെ സ്വിച്ചാണ് ESS എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അതിനടുത്തായിട്ട് ഡിഫോഗർ സ്വിച്ചും ഇക്കോ മോഡിൻ്റെ സ്വിച്ചും ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റും മിറർ അഡ്ജസ്റ്റ്മെൻറ്റും ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. സീറ്റ് നല്ല വൈഡുമാണ്. കൂടാതെ അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റും വരുന്നുണ്ട്. സ്റ്റിയറിംഗ് ടിൽറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. സ്റ്റിയറിംഗിൽ ലെഫ്റ്റ് സൈഡിൽ മൾട്ടിമീഡിയയുടെ കൺട്രോൾസും റൈറ്റ് സൈഡിൽ ക്രൂയിസ് കൺട്രോളാണ് വരുന്നത്. കീ വരുന്ന ഈ ടൈപ്പ് ഫുൾ കീ ആണ്. ഇതിൽ തന്നെ ലോക്ക്, അൺലോക്ക്, ഫൈൻഡ് മൈ വെഹിക്കിൾ, അതായത് അലാം ഓണാക്കുള്ള സ്വിച്ച് ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. കീ ഹോളിന് ചുറ്റും ഇലുമിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് രാത്രിയിലൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. ഇൻസ്ട്രുമെൻറ്റ് കൺസോളിൽ ടാക്കോമീറ്റർ, സ്പീഡോമീറ്ററും അനലോഗാണ്. കൂടാതെ നടുക്കായിട്ട് ഒരു 3.5 ഇഞ്ചിൻ്റെ മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും 2 ഇൻഡിവിജ്വൽ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ബേജും ബ്ലാക്കുമാണ്. കൂടാതെ സിൽവർ ഫിനിഷും പിയാനോ ബ്ലാക്കും കാണാം. സെൻട്രൽ കൺസോളിന് മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു 7 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഷോർട്ട് കട്ട് ബട്ടൺസും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ 7 ഇഞ്ച് സിസ്റ്റത്തിലെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മീഡിയ, റേഡിയോ, ഫോൺ കണക്ടിവിറ്റി, കാർ ഇൻഫോ, സെറ്റിങ്സ്. ഇതിൽ കാർ ഇൻഫോ എടുത്തു കഴിഞ്ഞാൽ ഫ്യൂവൽ ഇൻഫോ, അതായത് റേഞ്ച്, ബാക്കി അലേർട്ട്സ്, DRL ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ, മാനുവൽ ഇത്രയാണ് വരുന്നത്. ഇതിന് താഴെയായിട്ട് മാനുവൽ ഐസിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ AC ഒരു ഇക്കോണമി മോഡ് കൂടെ വരുന്നുണ്ട്. അതിൻ്റെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഒരു 12 വോൾട്ട് സോക്കറ്റും USB പോർട്ടും ഓക്സ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇതിൽ വരുന്ന ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. അതിൻ്റെ ഗിയർ ലിവർ കാണാം.
അതിനടുത്തായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ സ്വിച്ചസ് സെൻട്രൽ കൺസോളാണ് കൊടുത്തിരിക്കുന്നത്. അതിന് സൈഡിലായിട്ടൊരു സ്റ്റോറേജ് സ്പേസും പുറകിലായിട്ട് 3 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. ഗ്ലൗ ബോക്സ് ഡീസൻറ്റ് സൈസാണ്. അതിനകത്തൊരു പെൻ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് IRVന് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കാറിൽ മഹീന്ദ്രയുടെ ബ്ലൂസെൻസ് ആപ്പ് വെച്ച് കണക്ടർ കാർ ടെക് ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. പാസഞ്ചർ സൈഡ് സൺവൈസറിൽ ഒരു വാനിറ്റി മിറർ കാണാം. ഡ്രൈവർ സൈഡ് സൺവൈസറിൽ ഒരു ടിക്കറ്റ് ഹോൾഡറാണ് കൊടുത്തിരിക്കുന്നത്. ഈ റൂഫിൽ കൊടുത്തിരിക്കുന്ന ക്യാബിൻ ലൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. എഞ്ചിനിലേക്ക് വന്നാൽ ഇതൊരു 1.5 ലിറ്റർ 3 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന 100 PS പവറും 260 Nm ടോർക്കുമാണ്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഇത് റിയർ വീൽ ഡ്രൈവ് വെഹിക്കിളാണ്. സബ് 4 മീറ്റർ കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ റിയർ വീൽ ഡ്രൈവുള്ള ഏക വെഹിക്കിൾ ഇത് തന്നെയാണ്. സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കിയാൽ ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ്സ്, ABS + EBD, കോർണർ ബ്രേക്കിംഗ് കൺട്രോൾ, എഞ്ചിൻ ഇമ്മൊബിലൈസർ, സ്റ്റാറ്റിക് ബെൻഡിംഗ് ഹെഡ്ലാംപ്സ്, ഇത്രയും സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സാണ്. 4 വേരിയൻസ് ആണ് ബൊലേറോ നിയോയ്ക്ക് വരുന്നത്. N4, N8, N10 ആൻഡ് N10 ഓപ്ഷൻ. ഇതിൽ N10 ഓപ്ഷൻ N10നേക്കാൾ കൂടുതൽ വരുന്ന ഒരു മൾട്ടി ടയറിൻ ടെക്നോളജി എന്നുള്ളതാണ്. ഇത് ബേസിക്കലി ഒരു മെക്കാനിക്കൽ ലോക്ക് ഇൻ ഡിഫറൻഷ്യൽ സിസ്റ്റമാണ്. ഡിഫറൻഷ്യലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പവർ ഏറ്റവും കൂടുതൽ സെൻഡ് ചെയ്യുന്ന ട്രാക്ഷൻ കുറവുള്ള വീലിലേക്കായിരിക്കും. സപ്പോസ് ഒരു സിറ്റുവേഷനിൽ കാറിൻ്റെ ഒരു വീൽ എയറിലാണെങ്കിൽ ഡിഫറൻഷ്യൽ പവർ വേണ്ടി സെൻഡ് ചെയ്യുന്ന ആ വീലിലേക്കായിരിക്കും. കാരണം ട്രാക്ഷൻ കുറവായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ കയറി പോരാനും ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഡിഫറൻഷ്യൽ ലോക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് 2 വീലിലേക്കും ഈക്വലായിട്ട് പവർ പോകുന്നതാണ്. അതുകൊണ്ട് ആ സിറ്റുവേഷനിൽ കയറി പോരാനും ഈസി ആയിരിക്കും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ബൊലേറോ നിയോയിൽ വരുന്ന ഒരു ഓട്ടോമാറ്റിക് മെക്കാനിക്കൽ ലോക്ക് ഡിഫറൻഷ്യലാണ്. അതായത് പ്രത്യേകിച്ച് സ്വിച്ചോ ലിവറോ ഒന്നും നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇത് റിയർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ബാക്കിലെ വീലിൽ മാത്രമാണ് ലോക്കിംഗ് ഡിഫറൻഷ്യൽ വരുന്നത്. 5 കളർ ഓപ്ഷനിലാണ് ബൊലേറോ നിയോയുടെ ഓരോ വേരിയൻറ്റും അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ N10ലും N10 ഓപ്ഷനിലും ഡയമണ്ട് വൈറ്റിന് പകരം പേൾ വൈറ്റ് എന്ന കളറാണ് വരുന്നത്. കേരളത്തിലെ എക്സ്ഷോറൂം പ്രൈസ് തുടങ്ങുന്നത് 8.48 ലക്ഷം രൂപയ്ക്കാണ്. ഇത് ബേസ് മോഡലായ N4 വേരിയൻ്റാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ഉള്ള സെഗ്മെൻറ്റാണ് സബ് 4 മീറ്റർ കോമ്പാക്ട് SUV സെഗ്മെൻറ്റ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ബൊലേറോ നിയോ വേറിട്ട് കിടന്ന് അതൊരു ബോഡി ആൻഡ് ഫ്രെയിം ഷാസി ആണെന്നും റിയർ വീൽ ഡ്രൈവ് ആണെന്നുമാണ്. മഹീന്ദ്ര ഈ കാർ കൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഒരു ടഫ് ബിൽഡും ഗോ എനിവർ നേച്ചറുള്ള ഒരു SUV ആഗ്രഹിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ബൊലേറോയിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നവരെ. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. സീ യു സൂൺ. സേഫ് ജേർണി.